എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ നമ്മുടെ ഭരതനാട്യം എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ സിനിമയെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഭരതനാട്യത്തിൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇവിടെ ഉണ്ട്, സംവിധായകനുണ്ട്. നമ്മുടെ ഭരതനാട്യത്തിൻ്റെ ആയിട്ടില്ലേ? ഭരതനാട്യത്തിൽ ഭരതൻ നായരായിട്ട് അഭിനയിച്ച നമ്മുടെ അച്ഛൻ സായി ചേട്ടൻ ഇവിടെ ഉണ്ട്. നമസ്കാരം. നിങ്ങൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. തിയേറ്ററിൽ ഞങ്ങൾക്ക് അത്ര ഒരു പ്രോത്സാഹനം കിട്ടിയില്ലെങ്കിൽ പോലും ഈ OTT-യിൽ നിങ്ങൾ ഈ തരുന്ന പ്രോത്സാഹനം, അംഗീകാരം, അതാണ് ഏറ്റവും വലുതായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾ തരുന്ന എല്ലാ പ്രോത്സാഹനവും ഇനിയും തുടർന്ന് നന്നായ രീതിയിൽ തന്നെ തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം, പ്രാർത്ഥന. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട വേറെ രണ്ട് കൂട്ടരുണ്ട് ഇവിടെ, നമ്മുടെ ഇരട്ടകള്, നമ്മുടെ ജിനിലും ജിബിനും. പഴയതും പുതിയതും. അതെ. പിന്നെ എന്റെ പെങ്ങള് ശ്രുതി സുരേഷ്. പിന്നെ നമ്മുടെയൊക്കെ ക്യാപ്റ്റൻ, റൈറ്റർ ഡയറക്ടർ കൃഷ്ണദാസ് മുരളി. ഒളിച്ചു നിൽക്കുന്ന കമ്മിറ്റി മെമ്പർ. എന്താണ് പറയാനുള്ളത് ജനിലിനും ജിബിനും? നമ്മളൊരു നമ്മുടെ റിലീസിന് മുമ്പ് ഇവരെ നമുക്ക് മീഡിയയുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. കാരണം നമ്മുടെ ഏറ്റവും വലിയ സസ്പെൻസ് ഈ കഥാപാത്രങ്ങളായിരുന്നു. ഇപ്പം പടം റിലീസായി ഒരുപാട് പേര് കണ്ടു. ആക്ച്വലി ഞങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. ഇന്നിപ്പം പ്രൊഡക്ഷനിൽ എൻ്റെ പാർട്ട്ണറായ തോമസ് ചേട്ടനായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ തോമസ് ചേട്ടൻ പറയുമായിരുന്നു, ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇത്രയും മണിക്കൂറൊക്കെ ആൾക്കാർ കാണും OTT-യിൽ, അത് ഒരു മാസമൊക്കെ എടുക്കും ഇത്രയും മണിക്കൂർ കാണാൻ വേണ്ടി. പക്ഷെ തോമസ് ചേട്ടൻ പറയുന്നത് ഞാൻ ഞെട്ടിയിരിക്കുകയെന്ന് വെച്ചാൽ സൺഡേ കൊണ്ട് ഒരു മാസം എത്ര മണിക്കൂറാണിത് കാണാൻ വേണ്ടി ഇരുന്നത് പുള്ളി പ്രതീക്ഷിച്ചത് അതിനേക്കാളും 3 മടങ്ങാണ് ആൾക്കാർ കണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ടാവും? ഏകദേശം എനിക്കൊന്നൊരു 1 lakh കൂടുതൽ. പ്രൈമിൽ നിന്ന് മാത്രം 1 lakh കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പം നാളെ ഏറ്റവും വലിയ കാര്യം, നാളെ ഹോളിഡേ ആണ്, October 2 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഫ്രീ ടൈം കിട്ടും. ഉറപ്പായിട്ടും നല്ലൊരു എന്റർടൈനറാണ് നിങ്ങൾ. ഇപ്പം ഞാനിടുന്ന പോസ്റ്റിലോ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഒരുപാട് റിവ്യൂസ് കിട്ടും ഇതിനെപ്പറ്റി. നിങ്ങളെ എന്റർടൈൻ ചെയ്തിരിക്കും. റിലാക്സ് ചെയ്തിരുന്ന് വീട്ടിൽ കാണാൻ പറ്റിയൊരു സിനിമയാണ്. നാളെ ഹോളിഡേ ആണ്. തീർച്ചയായും കാണാത്തവർ ഉറപ്പായിട്ടും കാണുക. കണ്ടവർ റിലേറ്റീവ്സിനോടും ഫ്രണ്ട്സിനോടും അയൽക്കാരോടും എല്ലാവരോടും പറയുക. ബാക്കി പരമാവധി ആമസോൺ പ്രൈമിലും മനോരമ മാക്സിലും പിന്നെ ഗൾഫ് കൺട്രീസിലുള്ള സുഹൃത്തുക്കൾ സിംപ്ലി സൗത്തിലും കാണാൻ ശ്രമിക്കുക. കുറെ വ്യാജം അപ്പുറത്തുണ്ട് എന്നുള്ളത് അറിയാം. പക്ഷെ ഞങ്ങൾക്കൊരു പ്രോത്സാഹനം തരണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇതിലൂടെ തന്നെ കാണണം. ഓക്കെ, ഞങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പരമാവധി അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കുന്നതാണ്. 10 ദിവസമാണ്. കുറച്ചു പേർക്ക് പറയുന്നുണ്ട് തിയേറ്ററിൽ മിസ്സായി പോയി, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ ഉറപ്പായിട്ടും ആമസോൺ പ്രൈമിലും മനോരമ മാക്സിലും ഞങ്ങളുടെ പണം കാണണം. ശരിക്കും പറഞ്ഞാൽ ടെലഗ്രാമിലൊക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് വരെ മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു ക്വാളിറ്റി ഇല്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റിയിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെ ഉറപ്പിച്ചിട്ട് അത് ആമസോൺ പ്രൈമിലും മനോരമ മാക്സിലും ഒക്കെ തന്നെ കാണാം. അതൊരു ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ശരിക്കും. അതിൽ ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉള്ളതാണ്. അപ്പോൾ എന്തായാലും അത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല ക്വാളിറ്റിയിൽ തന്നെ അത് ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ പ്രൈമിലും മനോരമ മാക്സിലും തന്നെ കാണാം. ഗൾഫ് കൺട്രീസിലുള്ള കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു പടം എപ്പോഴാണ് വരിക, OTT വരികയാണ്. നമുക്ക് സിംപ്ലി സൗത്തിലും കാണാൻ പറ്റും. ഭരതനാട്യം പ്രൈമിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നുണ്ട്. ഇൻ കേസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സൈജ് കുറിപ്പും സെർച്ച് ചെയ്താൽ മതി. ആദ്യം തന്നെ കാണിക്കുന്നത് ഭരതനാട്യമായിരിക്കും. കുറച്ച് ദിവസം അതൊരു ചെറിയൊരു ഗ്ലിച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഭരതനാട്യം ടൈപ്പ് ചെയ്യുമ്പോൾ പ്രൈമിൽ അവൈലബിൾ അല്ലാന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഇപ്പൊ സോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ കൊച്ചു ഫാമിലിയിൽ വലിയ സൂപ്പർ സ്റ്റാർസ് ഒന്നുമില്ല. ഞങ്ങള് വളരെ ചെറിയ ഒരു ഫാമിലി.
ആ ഫാമിലി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് തരാൻ പറ്റുന്ന ഒരു നല്ല സിനിമ, അത് കൃത്യമായി ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഏത് സമയത്തും എപ്പോഴും എവിടെ വെച്ചും ഇരുന്ന് കാണാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങൾക്ക് തരുന്ന അംഗീകാരത്തിന് വളരെയേറെ നന്ദി ഞാൻ അറിയിക്കുകയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട്. പിന്നെ ഇതേപോലെ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, അയാളുടെ ലൈഫുമായിട്ട് വളരെയേറെ അടുപ്പമുണ്ട് ഈ സിനിമയ്ക്ക്. പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യ കുട്ടികളും വരാറില്ല. പക്ഷേ പുള്ളിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എന്നാണ് പുള്ളി പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഈ ദാസ് വെറുതെ അല്ല ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയത്. അപ്പോൾ ഇതൊക്കെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ സന്തോഷിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചു പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള സിനിമകൾ നിങ്ങൾ ചെയ്യരുത്. കാരണം ഞാൻ വെച്ചാൽ അതെന്ത് പറ്റി, നിങ്ങൾ മരിക്കുന്നത് കാണാൻ ഭയങ്കര വിഷമമായി പോയി, കരഞ്ഞൊരു വരുവായി പോയി ആ ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഇതായി, എന്താണ് ഈ നിങ്ങളിങ്ങനെ അഭിനയിക്കരുതെന്ന് പറഞ്ഞത്. പിന്നീടാണ് നയം വ്യക്തമാക്കിയത് പുള്ളി. അതായത് ഇങ്ങനെയുള്ള ഇത്രയും സെന്റിമെന്റ്സ് ആയിട്ടുള്ള ഒരു സാധനം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർക്ക് എന്നുള്ളതാണ് പ്രേക്ഷകർ പറഞ്ഞതിനകത്ത് ഒരാൾ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് കമന്റ്സ് നമുക്കിങ്ങനെ വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കമന്റ്സും നമ്മളെ അറിയിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഒരു ഉപേക്ഷയും വിചാരിക്കാതെ ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ സിനിമ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക, വിമർശനങ്ങൾ പറയുക. എങ്കിലേ മാത്രമേ ഞങ്ങൾക്ക് ഇനിയുള്ള സംഭവം മുന്നോട്ടുള്ള മറ്റുള്ള സംരംഭങ്ങൾക്ക് ഞങ്ങൾക്കൊരു ധൈര്യവും ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയും തെളിഞ്ഞു കിട്ടുള്ളൂ. അപ്പം കൃത്യമായി എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരായ നിങ്ങളിലേക്ക് ഞാൻ ഭരതൻ ഏൽപ്പിക്കാം. ഭരതനാരുടെ കുടുംബത്തിൽ കുറച്ച് അംഗങ്ങളും കൂടെ ഉണ്ട്. കമന്റ് ചെയ്തിട്ടുണ്ട്, ഹായ് ഫാമിലി, മിസ് യു ഓൾ എന്നൊക്കെ പറഞ്ഞിട്ട്. കമന്റ്സ് വായിക്കാൻ എനിക്ക് പറ്റുന്നില്ല, കുറച്ച് ദൂരെ മൊബൈൽ ഇരിക്കുന്നത്, എല്ലാവരും കിട്ടണ്ടേ, അതുകൊണ്ട് കമന്റ്സ് വായിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവരെ ഞങ്ങളും മിസ് ചെയ്യുന്നുണ്ട്. കുഞ്ഞമ്മ പോരാന്നൊക്കെ ചോദിക്കുന്നുണ്ടോ? ശ്രീകണ്ഠപുരത്ത് പോയി. അമ്മ. പിന്നെ ഇവര് കുറെ പേര് മെസ്സേജ് അയച്ച് എന്നോട് ചോദിച്ചായിരുന്നു, ആരാണ് ഡബിൾ റോൾ ചെയ്ത പയ്യൻ ആരാന്ന് ചോദിക്കുന്നുണ്ട്. ഇവര് രണ്ടുപേരാണ് ആക്ച്വലി. പ്രൊമോഷൻ സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റാത്തതുണ്ട്, ആരാണ് ആ പയ്യൻ. പക്ഷെ ആ സമയത്ത് രണ്ടുപേരെയും കൂടെ ഒന്നിച്ച് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ആരുടെയെങ്കിലും ഓരോ ഫോട്ടോ മാറ്റിയിട്ടാലും അറിയത്തില്ല. അതെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഈ സിനിമ 2 കൈ നീട്ടി സ്വീകരിച്ചതിന്. ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഒരു കാര്യമാണ്, നമ്മുടെ അഭ്യർത്ഥനയാണ്, നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടവർ ഉറപ്പായിട്ടും കുറച്ച് ആൾക്കാരോട് പറയുക, നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരോട് പറയുക, ഫ്രണ്ട്സിനോട് പറയുക, റിലേറ്റീവ്സിനോട് പറയുക ഈ പടം കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പാണല്ലോ അതൊരു എന്റർടൈനർ ആയിരിക്കുമെന്ന്. അപ്പം ആ ഒരു ധൈര്യം തന്നെ പറയുക. വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, നാളെ നമുക്ക് ഹോളിഡേ ആണ്. തീർച്ചയായും ഫസ്റ്റ് പ്രിഫറൻസിൽ ഭരതനാട്യം കാണുക. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ആമസോൺ പ്രൈമിൽ US-ലും ഇന്ത്യയിലും UK-ലും അവൈലബിൾ ആണ്. സിംപ്ലി സൗത്ത്, UAE ആൻഡ് GCC. റെസ്റ്റ് ഓഫ് ദ വേൾഡ് മനോരമ മാക്സ്. അപ്പം ഏത് പ്ലാറ്റ്ഫോമിലായാലും നിങ്ങൾ തീർച്ചയായും കാണുക. ടെലിഗ്രാം പോലത്തെ അല്ലെങ്കിൽ ഇപ്പം ടൊറന്റ് അപ്പൊ അതിലൊന്നും ദൈവത്തെ ഓർത്ത് കാണല്ലേ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അറിയാമല്ലോ, നമ്മളത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഒരുപാട് പേരുടെ ലേബറാണ്. സോ ഞങ്ങൾ പറഞ്ഞ ഈ 3 പ്ലാറ്റ്ഫോംസിൽ തന്നെ കാണാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ അത് കാണാൻ പ്രേരിപ്പിക്കുക. അത് നല്ലതാണെങ്കിൽ മാത്രം കേട്ടോ. നിങ്ങൾക്കത് കൃത്യമായിട്ടും ഈ ഭരതനാട്യം എന്ന് പറയുന്ന സിനിമ അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ട് ഇഷ്ടമാണെന്നുള്ള തെളിവാണല്ലോ 1 ലക്ഷത്തിന് പുറത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ പ്രേക്ഷകർ കണ്ടത്, 3 ദിവസം കൊണ്ട് കണ്ടത്. അതിൽ വളരെ അഭിമാനമുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ആ റിക്വസ്റ്റ്, ഇപ്പം സൈജു പറഞ്ഞ റിക്വസ്റ്റ് തന്നെ ഞാൻ പറയാണ്. നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനത്തിനൊക്കെ ഒരുപാട് ലേബേഴ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതായതാണ്. അപ്പോൾ ഇനിയുള്ള ഞങ്ങളുടെ പ്രതീക്ഷ നിങ്ങളിലാണ്. അപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊത്ത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒപ്പം സഞ്ചരിക്കും. ഞങ്ങൾക്ക് അതിന് വേണ്ടുന്നുള്ള പ്രോത്സാഹനം തരും. അതിന് വേണ്ടുന്നുള്ള എന്താ പറയുക, എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും തരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ കൊച്ചു ഫാമിലി മുമ്പോട്ട് പോകുന്നത്. എന്തായാലും ഒരുപാട് നന്ദി. താങ്ക് യു ആൻഡ് എൻജോയ് ഭരതനാട്യം. താങ്ക് യു.